നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സദ്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമായ അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മളൊരു പാത്രത്തിനകത്ത് ഒരു 2.5 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മട്ട അരിയുടെ അടയാണ്, ആ അട അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 1/2 കിലോ അടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേ കൂട്ടം ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ അട തമ്മിൽ ഒട്ടത്തില്ല. അതിന് ഇതേ കൂട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് 1 മണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 വലിയ ഉണ്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1 കിലോ ശർക്കര നമ്മൾ ഈ പായസത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് നല്ല പാനീയമായിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് ഇത് തണുത്തതിന് ശേഷം നല്ലപോലെ അരിച്ച് എടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കല്ലും മണ്ണും എല്ലാം മാറി കിട്ടും. അപ്പോൾ നമ്മളൊരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 50 ഗ്രാം നെയ്യ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പായസത്തിന് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഈ നെയ്യിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ കശുവണ്ടിയൊക്കെ വറുത്ത അതേ ആ ഉരുളിക്കകത്തേക്ക് തന്നെ നമുക്ക് ഈ അരിച്ചെടുത്ത ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നല്ല പത പോലെ വരുമ്പോൾ അതിലർത്ഥം ശർക്കരപ്പാനിയെ നന്നായിട്ട് കുറുകി എന്നുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് പത വന്നവരെ നമുക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ച അട നമ്മളൊരു 3-4 വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ആ അട നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ കൂട്ടൊരു ചോർപ്പിൽ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനിയത്തിനകത്തേക്ക് അട ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഒരു 5 മിനിറ്റും കൂടി ഇതിനകത്തിട്ടൊന്ന് കുക്ക് ചെയ്യാം. അട വാഷ് ചെയ്ത് നമ്മൾ എത്ര ഊറ്റിയാലും അതിനകത്ത് കുറച്ച് വെള്ളം കാണും. ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിനകത്തേക്ക്
തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇച്ചിരിയും കൂടെ ഒന്ന് കുറുകാനുണ്ട്. ഒരു 5 മിനിറ്റും കൂടെ ഇതേ തീയിൽ കിടക്കുമ്പോൾ ഇതൊന്ന് കുറുകി കിട്ടും. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 2.25 ലിറ്റർ തേങ്ങാപ്പാലുണ്ട്, രണ്ടാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് അടുത്ത പാലൊഴിക്കാവുന്നതാണ്. നമ്മൾ 3-ാം പാലൊന്നും എടുത്തിട്ടില്ല, 2-ാം പാലേ എടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടി ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് 1-ാമത്തെ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തലപ്പാൽ ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ ഞാനൊരു അടപ്രഥമൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. അതിൻ്റെ അകത്ത് ആകെക്കൂടിയുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് അടയുടെയും നെയ്യുടെയും തേങ്ങാപ്പാലിൻ്റെയും ശർക്കരയുടെയും മാത്രമേ ഉള്ളൂ. വേറെ ഈ ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഈ പായസത്തിൽ ഞാൻ ഒരേ ഒരു സ്പൈസസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഒരു 7-8 ഏലക്ക എടുത്ത് വറുത്ത് പൊടിച്ചെടുക്കും, അത് മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു സാധനം കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്, അത് നമുക്ക് ചേർക്കാൻ നേരത്ത് കാണാം. അപ്പോൾ നമ്മളിനി 1-ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. 1-ാം പാൽ ചേർത്ത് കൊടുത്ത് ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. കാര്യം ഈ ഒരു തിള മാത്രം മതി. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ പായസത്തിൽ ഇച്ചിരി പഴം അടിച്ചത് ചേർത്ത് കൊടുക്കാം. പഴം അടിക്കുമ്പോൾ ഒരു 2 പഴം എടുത്ത് നല്ലപോലെ അങ്ങ് തരിയില്ലാണ്ട് അങ്ങ് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കദളിപ്പഴം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അടിച്ച് ഒഴിക്കാം. കദളിപ്പഴം കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പഴമാണ് ഇതിനകത്തേക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏറ്റവും അവസാനം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതേപോലെ നല്ല പഴുത്ത പഴം ഇതിനകത്തേക്ക് അടിച്ചു ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി, കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഉരുളിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. കാരണം ഉരുളി ചൂടായിട്ട് ഇരിക്കുന്നത് കൊണ്ട് പായസം ഇനിയും കുറുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരിയും കൂടെ പായസം ഒന്ന് കുറുകും. പഴം അടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിരുന്നു. ഏലക്കാപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി ഉരുളിയിൽ നിന്ന് പായസം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.